ഫുജേറയിലെത്തി ഏട്ടൻ്റെ റൂമിൽ ഒന്ന് കുളിച്ച് ഉറങ്ങി എഴുന്നേറ്റപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര വിഷമം. നാട്ടിൽ ആരൊക്കെയോ എനിക്ക് മിസ് ചെയ്യുന്ന പോലെ. പക്ഷേ എന്ത് ചെയ്യാനാ, നമ്മളവിടെ എത്തിപ്പോയില്ലേ. അങ്ങനെ കുറേ നേരം പുറത്ത് നോക്കിയപ്പോൾ ശരിക്കും എനിക്ക് ഭയങ്കര അത്ഭുതം. നമ്മളെ നാട്ടിൽ നിന്ന് കാണുന്ന വ്യൂവും ഇവിടുന്ന് കാണുന്ന വ്യൂവും പെട്ടെന്ന് എനിക്ക് അങ്ങ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെ ഇരുന്നാൽ ഫുൾ നെഗറ്റീവ് ആവുമെന്ന് കരുതിയിട്ട് ഏട്ടൻ എന്നെയും കൂട്ടി ഒന്ന് പുറത്തേക്ക് പോകുമ്പോൾ ഞാൻ കുറച്ച് നന്നായിട്ട് ഒരുങ്ങി കേട്ടോ. എന്താണെന്ന് വെച്ചാൽ മനസ്സൊന്ന് റെഡിയാകാൻ വേണ്ടിയിട്ട് എനിക്കൊന്ന് മേക്കപ്പ് ചെയ്താൽ റെഡിയാവും. അങ്ങനെ നല്ല ഡ്രസ്സപ്പ് ചെയ്ത് മേക്കപ്പ് ചെയ്ത് ഞങ്ങൾ പുറത്തിറങ്ങി. കാറിൽ പോകുമ്പോൾ ഒരു ടണൽ കണ്ടിട്ടോ. ആക്ച്വലി ഞാൻ കുറേ കേട്ടിട്ടുണ്ട് ഇവിടെ കുറേ ടണലുകളുണ്ടെന്ന്. പിന്നെ ഈ രാത്രി ഈ സ്ഥലങ്ങൾ കാണാൻ ഭയങ്കര രസമാട്ടോ. ഫുൾ ലൈറ്റും, അത് വാം ലൈറ്റാണ്. നമ്മളെ നാട്ടിലെ പോലെ കളർഫുള്ളേ അല്ല ഇവിടെ, ഭയങ്കര സട്ടിലാണ്. അങ്ങനെ അവിടെ അടുത്തൊരു മോളിലൊക്കെ ഭയങ്കര സ്റ്റാൻഡേർഡ് ടീമുകൾ, ഫുൾ റഷൊന്നുമില്ല, ഭയങ്കര കാമായിട്ടുള്ള കുറേ സ്പേസ്. അങ്ങനെ നമ്മൾ അവിടെ പോയി ഇരുന്ന് പിന്നെ വീട്ടിലേക്കൊക്കെ ഒന്ന് വീഡിയോ കോൾ ചെയ്ത് അമ്മേനോടും അച്ഛനോടും പിന്നെ ഏട്ടൻ്റെ വൈഫിനെയൊക്കെ വീഡിയോ കോൾ ചെയ്ത് കുറേ സംസാരിച്ച്. ഇപ്പം ഞാൻ എന്തിനാണ് ചിരിക്കുന്നതെന്ന് വെച്ചാൽ എൻ്റെ കയ്യിലൊരു മാംഗോ ജ്യൂസ് ഉണ്ട്. ആക്ച്വലി അവിടെ ₹1 ഈ മാംഗോ ജ്യൂസ്, അല്ലെങ്കിൽ ഫ്രീ കിട്ടുന്ന ഐറ്റം, അതൊക്കെയാണ് ഈ മാംഗോ ജ്യൂസ്. അപ്പം ഞാൻ ഭയങ്കര അടിപൊളിയായിട്ട് ഈ മാംഗോ ജ്യൂസും പിടിച്ച് അവിടെ നടക്കുന്നത് കണ്ടപ്പോൾ ഏട്ടൻ എന്നെ കളിയാക്കിയതാ, നീ അതൊന്ന് താഴ്ത്തി വെക്കുമെന്ന് ചോദിച്ചിട്ട്. അങ്ങനെ കുറേ നേരം അവിടെ ഇരുന്ന് നേരെ നമ്മൾ പോയത് അവിടെ അടുത്തുള്ളൊരു വലിയ പള്ളിയാണ്. പള്ളീൻ്റെ പേര് ഞാൻ ആക്ച്വലി മറന്നു. പക്ഷെ അവിടെ ഭയങ്കര കാറ്റെന്ന് വെച്ചാൽ ഭയങ്കര കാറ്റ്. പക്ഷേ ആ കാറ്റിന് ഭയങ്കര ചൂടാട്ടോ, ചൂട് കാറ്റാണ്. ഇപ്പം ഏട്ടൻ പറഞ്ഞത് 3 മാസം മുന്നേ ആണെങ്കിൽ ഭയങ്കര തണുപ്പായിരുന്നു. ഇപ്പം ഞാൻ വന്ന സമയമായതുകൊണ്ടാന്ന് തോന്നുന്നു ഭയങ്കര ചൂടാണ് ഇവിടെ. ആ കാറ്റും ഭയങ്കര ചൂടാട്ടോ. ഈ പള്ളി ശരിക്കും നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന ഒരു പള്ളിയാണ്. അത് ഭയങ്കര വലുതാണ്, ഭയങ്കര അടിപൊളിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഒരു പ്ലാസ്റ്റിക്കോ ഒന്നും അതിൻ്റെ സൈഡിൽ ഒന്നുമില്ല. ആൾക്കാരെല്ലാം അത് ഭയങ്കര നീറ്റായിട്ട് കൊണ്ട് നടക്കുന്നുണ്ട്. അത് ഭയങ്കര അത്ഭുതം തന്നെ കേട്ടോ. ഇതിൻ്റെ താഴെ നിൽക്കുമ്പോൾ എൻ്റെ ഹൈറ്റ് നോക്കിയാൽ ഞാൻ ഒരു ചെറിയ ഉറുമ്പിൻ്റെ അത്രയല്ലേ ഉള്ളൂ. ഇതിൻ്റെ ഉള്ളിൽ എല്ലാവർക്കും കയറാൻ പറ്റും കേട്ടോ, പക്ഷേ പെൺകുട്ടിക്ക് കയറാൻ പറ്റില്ല, ബാക്കി എല്ലാവർക്കും കയറാനൊക്കെ പറ്റും. നോമ്പ് സമയമാകുമ്പോൾ ഇവിടുന്ന് അത്ര എല്ലാവർക്കും നോമ്പ് തുറ ഉണ്ടാവുക. അപ്പോൾ കുറേ ആൾക്കാരുണ്ടാവുന്നു. അങ്ങനെ കുറേ നേരം ഞങ്ങളിവിടെ ചുറ്റിക്കറങ്ങി നേരെ പോയത് ബീച്ചിലോട്ടാണ്. ഫുജേറ ശരിക്കും ബീച്ചിൻ്റെ അടുത്താണ്, അതുകൊണ്ടാണ് ഇത്ര കാറ്റ്. അങ്ങനെ കുറേ നേരം അവിടെ നിന്ന് തൊട്ടടുത്തൊരു അംബ്രല്ല ബീച്ചിൽ നിന്ന് ഞങ്ങൾ ഡോട്ട്സിൻ്റെ ഒരു ഷേക്കൊക്കെ കുടിച്ചു. ഇത് ആക്ച്വലി ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ചോക്ലേറ്റ്, പീനട്ട് ബട്ടർ, സ്ട്രോബെറി, ബ്ലൂബെറി ഒക്കെ ഇട്ടിട്ട് ഉണ്ടാക്കുന്ന ഒരു തിക്ക് ഷേക്കാണ്. ഷേക്കല്ല, സ്മൂത്തി. എനിക്ക് നല്ല ഇഷ്ടമായി, നല്ല രസമുണ്ടായിരുന്നു, ഭയങ്കര ഫില്ലിങ്ങാണ്. അതിനുശേഷം സാധനമൊക്കെ മേടിച്ച് ഞങ്ങൾ നേരെ റൂമിൽ പോയി. ഇപ്പം എനിക്ക് കുറച്ച് ആശ്വാസം ഉണ്ട് കേട്ടോ.